ഹായ് ഗൈസ്. സോ കറൻ്റ്ലി നമ്മുടെ സൈനപ്പ് ഫോം കമ്പോണൻറ്റ് ഗ്രാഫ്ക്യുഎൽ ഹെൽപ്പറിൻ്റെ സഹായത്തോടെ സൈനപ്പ് മ്യൂട്ടേഷൻ നമ്മൾ വയറപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ മ്യൂട്ടേഷൻ വിളിക്കുന്ന കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അത് ഓത്ത് ഫോം കമ്പോണ്ടിലേക്ക് പാസ് ചെയ്യണം. പിന്നെ അത് സൈനപ്പ് ഫോമിനെ റിയാക്ട് റൗട്ടർ ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. ആക്ച്വലി ആ റൗട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലേ നമ്മൾ ലോഗിന് ക്രിയേറ്റ് ചെയ്തുള്ളൂ. അതേപോലെ സൈനപ്പിന് നമ്മൾ റൗട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈനപ്പ് ഫോമിൽ ഓൺ സബ്മിറ്റ് കോൾ ബാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഫംഗ്ഷൻ എഴുതണം. ഓൺ സബ്മിറ്റിന് എഴുതാണ് ഓൺ സബ്മിറ്റ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന 2 പാരാമീറ്ററാണ് ഇമെയിൽ പാസ്വേഡും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മ്യൂട്ടേഷൻ കോൾ ചെയ്യണം. സോ മ്യൂട്ടേഷൻ നമ്മൾ ഓൾറെഡി വയറപ്പ് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ കോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ വേരിയബിൾസ് പാസ് ചെയ്യണം, കുറേ വേരിയബിൾസ്. സോ വേരിയബിൾസ് ഞാൻ പാസ് ചെയ്യുന്നത് ഇവിടെ 2 ഒബ്ജക്റ്റാണ്, ഇമെയിൽ പാസ്വേഡും. സോ ഇമെയിൽ കോളിന് ഇമെയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ES6ൻ്റെ ഷോർട്ട് ഫോം പിന്നെയും ഇവിടെ യൂസ് ചെയ്യുന്നത് മാത്രം. സോ ഇമെയിലും പാസ്വേഡും ഞാൻ ഇവിടെ കറൻ്റ്ലി പാസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ റെൻഡർ മെത്തേഡ് ചെക്ക് ചെയ്യണം. റെൻഡർ മെത്തേഡിൽ സൈനപ്പ് ഫോമിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ അടുത്ത ലൈനായിട്ട് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ദിസ് ഡോട്ട് ഓൺ സബ്മിറ്റ് പാസ് ചെയ്യണം. ദിസ് ഡോട്ട് ഓൺ സബ്മിറ്റ് നമ്മൾ ലോഗിൻ എഴുതിയ പോലെ തന്നെയാണ്. എന്നിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഞാൻ കറണ്ട് ഒബ്ജക്റ്റിനായിട്ട് ഞാനത് ബൈൻഡ് ചെയ്യുന്നു ഓഫ് ദിസ്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഓത്ത് ഫോമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ നമ്മുടെ ഓത്ത് ഫോം ഉണ്ട്. സോ ഓത്ത് ഫോമിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ വെച്ചാൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നുണ്ട്, ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് എറേഴ്സ് ഡോട്ട് മാപ്പ്. സോ എറേഴ്സ് പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും. അൺഡിഫൈൻഡ് ഡോട്ട് മാപ്പ് നമ്മുടെ ആപ്ലിക്കേഷൻ ക്രാഷ് ആവും എക്സെപ്ഷൻ അടിച്ചിട്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു എറേഴ്സ് പാസ് ചെയ്യാണ് പ്രോപ്പർട്ടി ആയിട്ട്. ഓക്കെ, അത് ഞാനിപ്പോൾ കറൻ്റ്ലി പാസ് ചെയ്യുന്ന ഒരു എംപ്റ്റി ഒബ്ജക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. ഇപ്പോൾ കാരണം ഇത് ഓപ്ഷണൽ ചെയിനിങ് വേണ്ടി നമുക്ക് കൊടുക്കാം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓപ്ഷണൽ ചെയിനിങ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ചെയ്യാം. പക്ഷേ നമുക്ക് എന്തായാലും എറേഴ്സ് നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിലൊക്കെ. സോ അതുകൊണ്ട് ഞാനിപ്പോൾ എറേഴ്സ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ടെമ്പററി പ്ലേസ് ഹോൾഡർ ആയിട്ട് ഒരു MTR സെറ്റ് ചെയ്ത് വെച്ചു എന്ന് മാത്രം ഇവിടെ. സോ ഇവിടെ നമുക്ക് ഓൺ സബ്മിറ്റ് എന്ന ഫംഗ്ഷൻ ഓത്ത് ഫോമിൽ നിന്ന് വിളിക്കും. സോ ഓത്ത് ഫോം സബ്മിറ്റ് ചെയ്തപ്പോൾ ഇമെയിലും പാസ്വേഡും നമുക്ക് കിട്ടുന്നതാണ്. സോ അത് നമ്മൾ വെച്ചാൽ സൈനപ്പ് മ്യൂട്ടേഷൻ കുറേ വേരിയബിൾസ് ആയിട്ട് പാസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഡോട്ട് ബൈൻഡ് ഓഫ് ദിസ് ഉപയോഗിച്ച് കോണ്ടെക്സ്റ്റ് നഷ്ടപ്പെടാതിരിക്കാനാണ് റിയാക്റ്റിൽ ക്ലാസ് മെത്തേഡിൽ ദിസ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ബൈൻഡ് ഓഫ് ദിസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഓത്ത് ഫോമിൽ നമ്മളെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു ഇവിടെ ഓത്ത് ഫോമിൻ്റെ ഉള്ളിൽ എറേഴ്സ് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് എറേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് നമ്മളിവിടെ എന്താ പറയുക ഒരു MTR ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം അത് ക്രാഷ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സെപ്ഷൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് വെച്ചാൽ റൗട്ട് ക്രിയേറ്റ് ചെയ്യണം സൈനപ്പിനുള്ളത്. സോ അത് പെൻഡിങ് ആണ്. അത് നമുക്ക് index.jsലാണ് റൗട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് റൗട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ റൗട്ട് ക്രിയേറ്റ് ചെയ്യാണ്. പാത്ത് ഈക്വൽ ടു സൈനപ്പ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കമ്പോണൻറ്റ് ഈക്വൽ ടു സൈനപ്പ് ഫോം. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യണം റൗട്ട്. ഓക്കെ, സോ ഇതിലൂടെ /സൈനപ്പ് URL വിസിറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ സൈനപ്പ് ഫോം ലോഡാവും. സോ നമ്മുടെ ഹെഡർ കമ്പോണ്ടിൽ സൈനപ്പ് ബട്ടൺ അല്ലെങ്കിൽ സൈനപ്പ് ബട്ടൺ അല്ലെങ്കിൽ സൈൻ ഇൻ ലിങ്ക് ചെയ്തായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് നമുക്ക് റൗട്ടിൻ്റെ നെയിം സോ ഹെഡറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് സൈനപ്പ് ഫോം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറൻ്റ്ലി നമുക്ക് ഈ റൗട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്ത് നമ്മുടെ കറസ്പോണ്ടിങ് കാണിക്കുന്നുണ്ട്, നമ്മുടെ കറസ്പോണ്ടിങ് ഫോം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സേവ് ചെയ്യാം ഇവിടെ. എന്നിട്ട് നമുക്ക് header.js ഞാൻ ഒന്നുകൂടി വെരിഫൈ ചെയ്യാം നമ്മൾ സൈനപ്പ് കറക്റ്റ് അല്ലേ എന്നുള്ളത്. സൈൻ ഇൻ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ,
ഇനി ഞാൻ നമ്മുടെ സൈനപ്പ് form.js ഓപ്പൺ ചെയ്ത് ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം. ഒന്ന് റീലോഡ് ചെയ്യാം ഇത് ബ്രൗസറിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട്. കമ്പൈൽ സക്സസ്ഫുള്ളി ആണ്. സോ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ഞാൻ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യാം. ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ഞാൻ ലോഗൗട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്യണം. എന്നിട്ട് ഒന്നുകൂടി റീലോഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെഡറിൽ സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബേസിക്കലി നമുക്ക് ഫോം കാണുന്നുണ്ട്. ഒരു സൈനപ്പ് കോളും ആയിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ. ഫോം ലോഡ് ചെയ്തിട്ടുണ്ട്, സൈനപ്പ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ചാൽ ഒരു ഇമെയിൽ പാസ്വേഡ് കൊടുത്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ test2@dlst.com എന്ന് പറഞ്ഞ് കൊടുത്തു. പാസ്വേഡ് 2 എന്നും പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് മ്യൂട്ടേഷൻ കോൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ സബ്മിറ്റ് ക്ലിക്ക് ചെയ്തു. സോ സബ്മിറ്റ് ബട്ടൺ കോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മ്യൂട്ടേഷൻ കറൻ്റ്ലി വർക്കായിട്ടും ഉണ്ട്. സോ നമുക്ക് പുതിയ യൂസർ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തു. ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുള്ളും ആവുകയും ചെയ്തു. ഓക്കെ, ഇനി ബേസിക്കലി നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ആ ക്രിയേറ്റ് ചെയ്ത യൂസറിൻ്റെ ഇമെയിൽ ഐ ഡി നമുക്ക് തിരിച്ചിട്ടുണ്ട്, ഐ ഡി നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ സൈൻ ഫോമിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഞാൻ ഒരു 3 ഇഷ്യൂസായിട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ എറർ ഹാൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഇമെയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഞാനിപ്പോൾ ഓൾറെഡി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ രണ്ടാമത് ഇതേ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ കിട്ടി, ഇമെയിൽ ഇൻ യൂസ് എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, ഓൾറെഡി നമ്മളിവിടെ കോൾ ചെയ്ത് വെച്ചിരുന്നു. രണ്ടാമത് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത് ഇമെയിൽ ഇൻ യൂസ് എന്ന് പറഞ്ഞു. സോ ഈ എററൊക്കെ നമുക്ക് കാണിക്കണം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഹെഡർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ യൂസർ സൈനപ്പ് കഴിഞ്ഞിട്ടും ഹെഡർ ഓട്ടോ റീഫ്രഷ് ആകുന്നില്ല. സോ അത് നമുക്ക് ഫിക്സ് ചെയ്യണം. പിന്നെ സൈനപ്പ് അല്ലെങ്കിൽ ലോഗിൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഈ സ്ക്രീൻ വിട്ടിട്ട് നമുക്ക് ഡാഷ്ബോർഡ് റീഡയറക്റ്റ് ചെയ്യണം. സോ അതും പെൻഡിങ് ആണ്. ഈ 3 ഇഷ്യൂസ് പെൻഡിങ് ആണ്. സോ ഇത് നമ്മൾ അപ്കമിങ് വീഡിയോസിലൊക്കെ 1 by 1 എടുത്ത് സോൾവ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക, ഞാൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് എ ലോട്ട്, ബൈ.